പാർട്ടിക്ക് നേരെയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് നേരെയും ഇപ്പോൾ ഒരു കൂട്ടം മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങൾ ചിലരെ അമ്പരപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോൾ ചിലർ അന്വേഷിക്കുന്നുണ്ട്, എന്താ ഇതിൻ്റെ ഒരു പ്രത്യേകത, എന്താ ഇതിൻ്റെ ഒരു പശ്ചാത്തലം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കടന്നാക്രമിക്കപ്പെടുന്നത് ആദ്യമായിട്ടാണോ? കേരളത്തിലും ഇന്ത്യയിലും ഈ പാർട്ടി ആവിർഭവിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലത്ത് നല്ലൊരു കാലം ഈ പാർട്ടി നിരോധിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് സംഘടനാപരമായ ഒരു രൂപം ലഭിക്കുന്നത് 1920-കളിലാണ്. 1920-ൽ താഷ്കൻഡിൽ എം.എൻ. റോയിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് മുഹമ്മദ് ഷഫീഖിനെ സെക്രട്ടറിയായി എടുത്തുകൊണ്ടൊരു ഘടകം രൂപവൽക്കരിക്കപ്പെട്ടു. ആ ഘടകത്തിൻ്റെ തീരുമാനപ്രകാരമാണ് 1921-ൽ അഹമ്മദാബാദിൽ ചേർന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനത്തിൽ, അന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള സമരപ്രസ്ഥാനം എന്ന നിലയിൽ കോൺഗ്രസ് സമ്മേളനങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകാരും ഒക്കെ പങ്കെടുക്കും. അപ്പോൾ ഇന്ത്യയിൽ വിവിധ നഗരങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിച്ചു തുടങ്ങി. 1920-ൽ താഷ്കൻഡിൽ യോഗം ചേർന്നു. എം.എൻ. റോയിയുടെ നേതൃത്വത്തിൽ AICC സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിക്കുകയാണ്. ഇവിടിരിക്കുന്ന ബഹുഭൂരിപക്ഷം പേർക്കും അറിയാം എന്താണ്. അന്ന് പുത്രികാ രാജ്യ പദവി ആണ് കോൺഗ്രസ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ മുമ്പിൽ ആവശ്യമായിട്ട് വെച്ചിട്ടുള്ളത്, ഡൊമിനിയൻ പദവി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപവൽക്കരിക്കപ്പെട്ടതിനെ തുടർന്ന് ചർച്ച നടത്തിയിട്ട് 1921-ലെ സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജിന് വേണ്ടിയിട്ടുള്ള പ്രമേയം അവതരിപ്പിച്ച ചരിത്രം, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഹസ്രത്ത് മൊഹാനിയും സ്വാമി കുമാരാനന്ദയും ചേർന്ന് അവതരിപ്പിച്ചു. മഹാത്മാഗാന്ധി പറഞ്ഞു, ഇതങ്ങനെ പൂർണ്ണ സ്വാതന്ത്ര്യം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ശരിയല്ല, അതുകൊണ്ട് ഈ പ്രമേയം അംഗീകരിക്കാൻ പറ്റില്ല, തള്ളിക്കളഞ്ഞു. പിന്നെ ഒരു പതിറ്റാണ്ടിനടുത്ത് സമയം വേണ്ടി വന്നു കോൺഗ്രസ് തന്നെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്ന പ്രമേയം അംഗീകരിക്കാൻ. കമ്മ്യൂണിസ്റ്റുകാർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി താഷ്കൻഡിൽ 1920-ൽ രൂപവൽക്കരിക്കപ്പെടുകയും 1925-ൽ കാൺപൂരിൽ വെച്ച് ഒരു സമ്മേളനം നടത്തുകയും ഒക്കെ ചെയ്തതോടുകൂടി തുടർച്ചയായിട്ട് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ഗൂഢാലോചന കേസുകൾ ചാർജ് ചെയ്ത് കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടുകയായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരെ പ്രവർത്തിക്കാൻ അനുവദിച്ചിരുന്നില്ല. അതിൻ്റെ വിശദാംശങ്ങൾ ഇവിടെ പ്രസക്തമല്ല. പക്ഷെ നമ്മൾ ഓർക്കണം, നമ്മൾ 24-ാം പാർട്ടി കോൺഗ്രസിലേക്ക് പോകുമ്പോൾ 1-ാം പാർട്ടി കോൺഗ്രസ് എന്നാ നടന്നത് 1943-ലാണ് ബോംബെയിൽ വെച്ച്. 20-ൽ ഘടകമുണ്ടായി. 25-ൽ ഇന്ത്യയിൽ തന്നെ കാൺപൂരിൽ വെച്ച് സമ്മേളനം നടന്നു, നേതൃത്വമുണ്ടായി. പക്ഷേ പരസ്യമായി പ്രവർത്തിക്കാനോ പാർട്ടിയുടെ ഒരു അഖിലേന്ത്യാ സമ്മേളനം പാർട്ടി കോൺഗ്രസ് നടത്താനോ അനുവദിക്കപ്പെട്ടില്ല. 1943-ൽ മാത്രമാണ് പ്രത്യേക സാഹചര്യത്തിൽ പാർട്ടി കോൺഗ്രസ് നടത്താൻ അനുവദിക്കപ്പെട്ടത്. അതിനുശേഷം നടന്ന വേട്ടയാടലുകളുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാർ സംഘടിതമായി പ്രവർത്തിക്കാൻ തുടങ്ങിയ നാൾ മുതൽ ഇന്ത്യയിൽ മാത്രമല്ല, ഇവിടെ പേഷവാർ ഗൂഢാലോചന കേസ്, കാൺപൂർ ഗൂഢാലോചന കേസ്, മീററ്റ് ഗൂഢാലോചന കേസ് പോലെയുള്ള ഗൂഢാലോചന കേസുകളാണെങ്കിൽ ലോകത്ത് കൊളോൺ കോൺസ്പിറസി കേസാണ് 1848-ൽ 48-49-ൽ ചാർജ് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ ആക്രമിക്കപ്പെടുന്നത് ആദ്യമല്ല. കേരളത്തിലേക്ക് വന്നാൽ പലരെയും അമ്പരപ്പിച്ചുകൊണ്ട് EMSന് നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കേരളത്തിൽ ഭരണത്തിൽ വന്നു, സംസ്ഥാന ഭരണത്തിൽ വന്നു. ഐക്യകേരള പിറവിക്ക് ശേഷം ആദ്യം ആ ഗവൺമെൻറ് 2 വർഷത്തിൽ ചെല്ലുവാനും മാത്രം നിലനിന്ന ഗവൺമെൻറ്റാണ്. ഇപ്പം ജനാധിപത്യത്തെക്കുറിച്ചെല്ലാം സംസാരിക്കുന്ന കോൺഗ്രസ്സുകാരും അവരെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളും ഓർക്കണം, ആധുനിക കേരളത്തിൻ്റെ സൃഷ്ടിക്ക്
ചുരുങ്ങിയ കാലം കൊണ്ട് അടിത്തറയിട്ടതാണ് EMS ഗവൺമെൻറ്. ഭരണം ഏറ്റെടുത്ത് 10 ദിവസം തികയുന്നതിന് മുമ്പ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു, ഗവൺമെൻറ് ഉത്തരവ് പുറപ്പെടുവിച്ചു, ഒറ്റ കുടികിടപ്പുകാരനെയും ആ കുടികിടപ്പ് ഭൂമിയിൽ നിന്ന് ഇറക്കി വിടാൻ പാടില്ല. നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, മിക്കവർക്കും ഇത് ഓർമ്മയുണ്ടാവും. പക്ഷെ അത് കേരള സമൂഹത്തിൽ ചെലുത്തിയ സ്വാധീനം, അതിനെ തുടർന്ന് ആ ഗവൺമെൻറ് കൈക്കൊണ്ടുവന്ന കാർഷിക പരിഷ്കാരം, ഭൂമിക്ക് മേൽ പാട്ടക്കുടിയാനും കുടികിടപ്പുകാരനും അവകാശം കൊടുക്കുന്ന നിയമ നടപടികൾ, അതിനുവേണ്ടി കർഷക തൊഴിലാളികളെയും കർഷകരെയും സംഘടിപ്പിച്ചുകൊണ്ട് തൊഴിലാളി വർഗത്തിൻ്റെ സഹകരണത്തോടും പിന്തുണയോടും കൂടി നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, അതിൻ്റെ ആകത്തുക എന്താണ്? 33,30,000 പേർക്ക് ചവിട്ടു നിൽക്കാൻ ഒരു തുണ്ട് ഭൂമി ഭയരഹിതമായി തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യം. ഇത് സംബന്ധിച്ച് വളരെ ഗൗരവമായി പഠിച്ചിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യമുണ്ട്. ഈ ഭൂപരിഷ്കരണം ജീവിക്കാൻ തൻ്റേതായി ഒരു തുണ്ട് ഭൂമി ഉണ്ട് എന്ന ആത്മവിശ്വാസം നൽകിയ തൻ്റേടം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ തൻ്റേടം എന്നുള്ള പദം തന്നെ വ്യവച്ഛേദിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ്. തൻ്റേതായ ഒരു ഇടം, അതാണ് EMS ഗവൺമെൻറ് തങ്ങൾക്കായിട്ട് ഒരു ഇടം അന്ന് വരെ ഇല്ലാതിരുന്ന 33,30,000 മനുഷ്യർക്ക്, കുടുംബങ്ങൾക്ക് കൊടുത്തത്.